ഹലോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ട്രൂ ഫീലിങ്സ് ആൻഡ് നെക്സ്റ്റ് മൂവ് എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു മൂവിങ് ഓൺ എനർജിയാണ് നമുക്ക് അതിൽ കിട്ടിയത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഞാൻ ഈ റീഡ് ചെയ്തത്. എങ്ങനെയുണ്ട് സിറ്റുവേഷൻ എന്നുള്ള ഒരു അവലോകനമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് നോക്കാം ഇന്ന് എന്താണ് വന്നിട്ടുള്ളതെന്ന്. ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള കാർഡ്സ്. യുവർ എനർജി, യുവർ പേഴ്സൺസ് എനർജി, നിങ്ങളുടെ സോൾ കണക്ഷൻ എന്താണെന്നുള്ളത്, പിന്നെ എന്തൊക്കെ ലെസനുകളാണ് നിങ്ങൾ ഈ റിലേഷനിൽ നിന്നും പഠിക്കേണ്ടത്, എന്തൊക്കെ ചാലഞ്ചസ് ആണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ലോങ് ടേം പൊട്ടൻഷ്യൽ എന്താണ്, ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്, നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്. ഇത്രയും കാർഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ മീനിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ കാർഡിലെ ഓൾമോസ്റ്റ് സെയിം എനർജിയാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങളൊരു ഫുൾ എനർജിയിലാണുള്ളത്. അതായത് നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്, നീതിയുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ നീതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ ഒരു ഫയർ ഇല്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ റീഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. വാൻഡ് ഉദ്ദേശിക്കുന്ന എപ്പോഴും ഒരു ഫയർ, ഒരു പാഷനാണ്. ഇത് 10 ഓഫ് വാൻഡ്സ് ആണ്. ഇതൊരു ഫയർ ഓൾമോസ്റ്റ് ഇല്ലാതായി എന്നുള്ള ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ സോൾ കണക്ഷൻ പേജ് ഓഫ് വാൻഡ്സ് ആണ്. നോക്കൂ, ഈ വ്യക്തി ഇങ്ങോട്ട് ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. പക്ഷേ ഈ വ്യക്തി തിരിഞ്ഞു നോക്കിയിട്ടില്ല, അങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്, എതിർ ദിശയിലേക്കാണ് നോക്കുന്നത്. നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ ആൾ മൂവ് ഓൺ ചെയ്യുകയാണ്, ഓൾമോസ്റ്റ് മൂവ് ഓൺ ചെയ്തു എന്നാണ്. എന്നാൽ ഈ വ്യക്തി, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ, വേദനകൾക്ക് ശേഷവും നിങ്ങളുടെ പാഷൻ അവശേഷിക്കുന്നു. നിങ്ങൾക്കിപ്പോഴും ആളോട് താല്പര്യമുണ്ട്, പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റിട്ടേൺ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഹൈ എനർജിയിലാണ് നിൽക്കുന്നത്. ഫുൾ കാർഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു മേജർ അർക്കാന കാർഡാണ്, ഹൈ എനർജി കാർഡാണ്. 10 ഓഫ് വാൻഡ്സ്, 10 എന്ന് പറയുന്ന ഹൈ എനർജി തന്നെയാണ്, പക്ഷേ മേജർ അർക്കാനയുടെ അത്രയും എനർജി ഇല്ലാത്ത കാർഡാണിത്. ഇറ്റ്സ് വെരി മച്ച് എവിഡൻറ്റ് ദാറ്റ് യു ആർ സ്റ്റിൽ പാഷനേറ്റ് ബട്ട് യുവർ പേഴ്സൺ ഇസ് നോട്ട്. നിങ്ങൾക്ക് ഇപ്പോഴും പാഷനുണ്ട്, റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു മാനസികാവസ്ഥയിലല്ല ഉള്ളത് എന്ന് കാണാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടിയിരുന്ന ലെസൺസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. കഴിഞ്ഞ റീഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർമിക് റിലേഷൻസ് വരുന്നത് എപ്പോഴും നമ്മളെ ചില ലെസൺസ് പഠിപ്പിക്കാനായിട്ടാണ്. എന്തൊക്കെ ലെസൺസ് ആണ് ഈ റിലേഷനിൽ നിന്നും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. ലിമിറ്റിംഗ് ബിലീഫ്സ്, നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ മറികടന്ന് നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളത്. ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത് ഒരു പക്ഷേ എനിക്ക് ആദ്യം ഞാനത് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഓവർ ഡിപ്പെൻഡൻസി, ആ ആളില്ലാതെ എനിക്ക് പറ്റില്ല എന്നൊരു ചിന്ത. അത് നിങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഒഴിവാക്കണം. ആ ആളാണ് എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആക്കുന്നത് എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആക്കുന്നത്. നിങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിലുള്ളൂ. നിങ്ങളാണ് നിങ്ങളുടെ ലൈഫ് ജീവിക്കുന്നത് നിങ്ങളാണ്. അതിൽ മറ്റുള്ള ആൾക്കാരും ഉണ്ട് എന്നേ ഉള്ളൂ. അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും മറ്റു ബന്ധുക്കളോ ഫ്രണ്ട്സോ പാർട്ട്ണറോ ആരും ആയിക്കോട്ടെ, അവരൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. അല്ലാതെ നമ്മളുടെ ജീവിതം ഒരിക്കലും അവരിൽ ആരിലും ഒതുങ്ങുന്നില്ല. അത്രേ ഉള്ളൂ. ലിമിറ്റിംഗ് ബിലീഫ്സിൽ നിന്ന് പുറത്തു വരിക. ഇതൊരു ഇമ്മച്വർ എനർജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അവരില്ലാതെ എനിക്കൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്ന് പുറത്ത് പോകണമെങ്കിൽ അവർ കൂടെ വേണം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അവരെന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യണം, എല്ലാ കാര്യങ്ങൾക്കും അവരോട് ചോദിക്കുക, അവരുടെ താല്പര്യങ്ങൾ നോക്കുക, അങ്ങനെയുള്ള സ്വയം വില കുറച്ച് കണ്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ അതൊക്കെ അവരോടെല്ലാം ചോദിച്ചിട്ട് ചെയ്യുന്നതാണ്, അതാണ് എൻ്റെ സ്നേഹം, അല്ലെങ്കിൽ അതാണ് പ്രോപ്പറായ രീതി എന്നൊക്കെയുള്ള ചിന്തകളുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റിവെക്കുക. നിങ്ങളൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്, ഉണ്ടാവണം. ആ കഴിവില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ആ ലെസൺസാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ ഒരു അപ്രൻറ്റീസിനെ പോലെ നിൽക്കേണ്ട ആളല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു എനർജി ഉണ്ട്. അത് നമ്മളത് പറഞ്ഞു, നമ്മൾ ഫുൾ എനർജിയിലാണുള്ളത്. ആ ഫുൾ എനർജി എന്ന് പറഞ്ഞാൽ ഹൈ എനർജിയാണ്. നിങ്ങൾ ആ എനർജിയിലേക്ക് ഉയർന്നു വരിക.
മനസ്സിലാക്കുക. നമ്മളങ്ങനെ വെറും ഒരു ഒരു കീടത്തിൻ്റെ വിലയുള്ള ഒരു ജീവിയല്ല. ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യജീവിയാണ്. അതിൻ്റെ ഡിഗ്നിറ്റി, അതിന് ഒരു അഭിമാനം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഇനി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസ് എന്താണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് കപ്സ്. നൈറ്റാണ്, ഹൈ എനർജി കാർഡാണ്. പക്ഷേ ഇയാൾ ഹേർട്ട് ആയിട്ട് അതിന് ശേഷം ഇപ്പോഴും ഇമോഷൻസിനെ, അതായത് വേദനിച്ചിട്ടും വീണ്ടും മുന്നോട്ട് പോവില്ലേ, നമ്മൾ പുഷ് ചെയ്ത് മുന്നോട്ട് പോകുമല്ലോ, ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ കുതിര വളരെ സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്, സ്പീഡിലല്ല. കാരണം വേദനിച്ചിട്ടുണ്ട്. ആ വേദനകൾക്ക് ശേഷം വീണ്ടും പുഷ് ചെയ്ത് മുന്നോട്ട് പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫയർ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇടയിലുള്ള ഒരു ചലഞ്ച് തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫയർ ഇല്ലാണ്ടായിട്ടുണ്ട്. ലാക്ക് ഓഫ് ഫയർ ആണ് അതും. പിന്നെ ഈ ബ്ലോക്ക്ഡ് ഇമോഷൻസ് അല്ലെങ്കിൽ മുറിപ്പെട്ട നിങ്ങളുടെ ഇമോഷൻസ്, അത് രണ്ടുമാണ് ഇവിടെ ചലഞ്ചസ് ആയിട്ട് നിൽക്കുന്നത്. ഐ എം വെരി സോറി ടു സേ, ഇതൊരു ലോങ് ടേം പൊട്ടൻഷ്യൽ നോക്കുമ്പോൾ നമുക്ക് 5 ഓഫ് കപ്സ് ആണ്. അതൊരു ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു മീനിങ് ആണ് തരുന്നത്. ലോങ് ടേമിലേക്ക് ഈ റിലേഷൻ പോകേണ്ടതല്ല എന്നാണ് കാണിക്കുന്നത്. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കുക. മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നാണ് കാർഡ്സിൽ കാണുന്നത്. നിങ്ങളുടേതായ സ്വന്തം സ്റ്റാൻഡിൽ നിന്നിട്ട് ആലോചിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു എപ്പോഴും മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിച്ച് നിൽക്കേണ്ടുന്ന ഒരാളല്ല. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ കീഴിൽ നിൽക്കേണ്ട ആളല്ല. അവരെക്കാളും ഒട്ടും താഴ്ന്നതല്ല ഞാൻ എന്ന് ചിന്തിക്കാനുള്ള മെച്യൂരിറ്റി നിങ്ങൾ കാണിക്കണം. നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടാവണം. നിങ്ങളിൽ സംതൃപ്തി കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ സ്നേഹം മറ്റുള്ളവർക്കും കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അവനവനിൽ സന്തോഷിക്കുക, അവനവനിൽ സ്നേഹമുണ്ടാവുക. എന്നാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുക. അതാണ് യഥാർത്ഥ സ്നേഹം. അവനവനോടില്ലാത്ത സ്നേഹം മറ്റുള്ളവരോട് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു യഥാർത്ഥ സ്നേഹമാണോ എന്നുള്ളത് ചിന്തിക്കുക. നിങ്ങൾക്ക് വരുന്ന അഡ്വൈസ് കാർഡ് എന്ന് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഒരു ഡിവൈൻ ടൈമിംഗ് അല്ലെങ്കിൽ കർമ്മ കംപ്ലീഷൻ, അങ്ങനെയുള്ള ഒരു മീനിങ് വരുന്ന ഒരു കാർഡാണിത്. ഈ ഫുൾ കാർഡുമായിട്ട് അതിന് വളരെ അടുത്തൊരു ബന്ധം ഉണ്ട്. കാരണം ഇവിടെ യൂണിവേഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഇനി ഈ റിലേഷനിൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഡിവൈനിന് വിട്ടുകൊടുക്കാനാണ് പറയുന്നത്. ഡിവൈൻ ടൈമിംഗ് ആകുമ്പോൾ സംഭവിക്കേണ്ടത് സംഭവിക്കും എന്ന് മനസ്സിലാക്കുക. അഗെയിൻ എ പെയിൻഫുൾ റീഡ്. പക്ഷേ ഈ പെയിൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ലെസൺസ് പഠിക്കുക, വിട്ടുകളയുക, ഹീലാവുക. താങ്ക് യു.